ഹേ ഗായ്സ്, ഞാനിന്ന് അനുമോളുടെ പഴയ ബിഗ് ബോസ് താരം അനുമോളുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ. ഭുവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുന്നതും അതുപോലെ വലത് ആലോചിച്ചൊക്കെ അതുമായിട്ടുള്ളൊരു വീഡിയോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പങ്കുവെക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. എന്താ വെച്ചാൽ ഇവള് നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രേമവിവാഹമാണോ അതല്ല ഇവിടുന്ന് കണ്ടുമുട്ടിയതാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് അവൾ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഭുവനെ ഒരു 5-6 മാസം, ഒരു 4-5 മാസം അപ്പുറം അറിയാം, നമ്മൾ ഫോണിലൂടെ പരിചയമുണ്ട്, ഭുവൻ്റെ വീട്ടിൽ അവൾ പോവാറുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പരിചയം, ചെറുതായിട്ടുള്ള ലവ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമുള്ള ഒരു കല്യാണമായിരുന്നു ഇവരുടേതെന്നാണ് അനുമോൾ പറയുന്നത്. എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനി അനുമോള് പറയാൻ പോകുന്നത് എന്താ അറിയോ, അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറേ പ്രേക്ഷകർ വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിച്ചു, ശപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. എന്താ പറയുക, അവർക്ക് നല്ല ജീവിതം കിട്ടാത്തതുകൊണ്ടാണോ, അവർക്ക് സന്തോഷവും ഹാപ്പിനെസ്സും ഇല്ലാത്തതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതാണ് അവൾ ചോദിക്കുന്നത്. നമുക്കൊന്ന് കേട്ടോക്കാം. ഒരുപാട് പേര് കമന്റ്സിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഭുവൻ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നെഗറ്റീവും ഇടുന്നുണ്ട് കുറച്ച് പേര്. അതാരാ ഒരു പണിയില്ലാത്ത പറയണം. രാവിലെ ഞാൻ പറഞ്ഞുതരാം, ഞാനൊരു കാര്യം പറയട്ടെ ബുവ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞില്ലല്ലേ, അന്ന് ഇന്ന് രാവിലെ എന്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്, എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം, ഡിലീറ്റ് ചെയ്താ അവൻ ഡിലീറ്റ് ചെയ്താ അല്ല സ്ക്രീൻഷോട്ട് ഉണ്ട് എന്റെ. ഒരാള് എൻ്റെ ഭുവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക്, എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും ഭുവന്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയോടാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയെ വെച്ച് ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ, സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ ആൾക്കാർ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമന്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനം ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമന്റ്സുകൾ കണ്ടു, എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള, അങ്ങനെ കുറേ കമന്റ്സിൽ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്കിതൊന്നും ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട് സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ. സന്തോഷിക്കാൻ കമന്റ് ഇടുന്ന ആൾക്കാർ ഇന്നല്ല ഞായുടെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചെറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പ് ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോൾ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പൊ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മേക്കപ്പാ, ഞാൻ ഇച്ചിരി ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ഇട്ട് എന്റെ പിമ്പിൾ ഉണ്ട്, അതുപോലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് മനസ്സിലായി ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് റിസപ്ഷനിൽ അത് റീൽസിന് നീയാ ഓഹോ ഞാൻ എങ്ങനെയാ
പുള്ളി പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത്. എന്നെ കുറ്റം പറയുന്നതിനാ എല്ലാ ഫോട്ടോഗ്രാഫർമാരും പറയുന്ന പോലെ ഞാൻ ചെയ്യും. അതെ അതെ. പറഞ്ഞേട്ടോ ഫേസ് പാത്ത് ബോറടിക്കുന്നു. ഒരു 17 ഷൂട്ട് നമ്മൾ ചെയ്തു. 17 ഒരു 10-20 ഷൂട്ട് ചെയ്തു. ബ്രൈറ്റ് ടു ബി 2 ട്രഡീഷണലും വെസ്റ്റേണും, പ്രീ വെഡിങ് ട്രഡീഷണലും വെസ്റ്റേണും, പിന്നെ ഹൽദി, മെഹന്തി, ക്രിസ്ത്യൻ ബ്രൈഡൽ, പിന്നെ വീണ്ടും നമ്മൾ വീട്ടിനകത്ത് വെച്ച് ഇവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു. ഗ്രൂം ടു ബി ചെയ്തു. ഇതിലെല്ലാത്തിനും ആപ്പ് നോക്കിയത് അത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് ബോറടിച്ചു. അമീഷ താടി എടുത്തോളാം വരല്ലേ പോവാ, ഫോട്ടോ ഇച്ചിരി ലൈവായിട്ട് എടുത്ത് പോവാ. ഓക്കെ, ഞാൻ എന്റെ മുഖത്ത് ഫുൾ എക്സ്പ്രഷനെ പോവാൻ വെയിറ്റ് ആണെങ്കിലും ആ സൗണ്ട് ഉള്ളിൽ കിട്ടോ, പക്ഷെ മുഖത്ത് അത് എന്റെ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് പോകാൻ എടുക്കുന്നത്. എല്ലാം പറ്റും. ആ ഹെയർ ഒന്ന് സൈഡ് ആക്കിയിടോ, ജസ്റ്റ് അത് കുറച്ച് സൈഡ് ആക്കിയിട്ട് എന്നിട്ട് ഒന്നുകൂടെ കൊടുക്കും. ഹെയർ ഫേസ് മാറും. ആ ഓക്കെ ഓക്കെ, റെഡി റെഡി 3 2 1 ഓക്കെ. എന്തായാലും നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി. അനുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭുവനെയും അനുവിനെയും ഒരുപോലെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ തന്നെ ആയിരുന്നു. അവരുടെ കുറച്ച് വിശേഷങ്ങളും എന്താ പറയുക അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു അവൾ. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.